ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. പേര് രവി. രവിയുടെ സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ ഫാമിലിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബാംബു ഫാം, മുളയുടെ ഫാം ഉണ്ടാക്കുക എന്നതായിരുന്നു. പക്ഷേ മറ്റ് വിളകളെ പോലെയല്ല, ബാംബു വളരാനായിട്ട് വർഷങ്ങളെടുക്കും. ആൻഡ് ഈ ഒരു പരിപാടിയായിട്ട് രവിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. മറ്റുള്ളവർ കുറേ വാൺ ചെയ്തു ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ്. പക്ഷേ രവി പിന്മാറിയില്ല. തനിക്കൊരു വിഷൻ ഉണ്ട് ആൻഡ് അത് താൻ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്ത് ആവശ്യത്തിന് വെള്ളവും വളവും എല്ലാം നൽകി. മാസങ്ങൾ കടന്നുപോയി. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. മണ്ണ് പഴയ പോലെ തന്നെയുണ്ട്, ഒന്നുപോലും മുളച്ച് കാണുന്നില്ല. അങ്ങനെ ഗ്രാമവാസികളൊക്കെ അയാളെ കളിയാക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, എന്തിനാടാ വെറുതെ നിന്റെ സമയം കളയുന്നേ, ഇതൊന്നും ഒരിക്കലും മുളയ്ക്കാൻ പോകുന്നില്ല. വേറൊരാൾ പറഞ്ഞു, നീ പോയിട്ട് നെല്ലോ അല്ലെങ്കിൽ ഗോതമ്പ് എന്തെങ്കിലും ഒക്കെ കൃഷി ചെയ്യ്, അതാവും നല്ലത്. ഇങ്ങനെ എല്ലാവരും രവിയെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ തുടങ്ങി. രവിക്ക് തന്നിൽ ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. ഞാൻ ചെയ്തത് മണ്ടത്തരമായി പോയോ, ഇതൊന്നും വിജയിക്കില്ലേ? പക്ഷെ എന്നാലും എല്ലാം ശരിയാവും എന്ന് വിശ്വസിച്ച് അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി. വർഷങ്ങളോളം അദ്ദേഹം പണിയെടുത്തു. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീക്കും, വിത്തിന് വെള്ളം ഒഴിക്കും, കളകളൊക്കെ കളയും, മണ്ണിന് വേണ്ടതൊക്കെ നൽകും. അങ്ങനെ 5 വർഷം കടന്നുപോയി. പക്ഷേ ഒരു വളർച്ചയും കാണുന്നില്ല. ഇത്രയൊക്കെ ആയപ്പോഴേക്കും രവിയുടെ കുടുംബവും രവിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി, പക്ഷേ ഇത് വിജയിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇത് നിർത്തിക്കോളൂ, അതാ നല്ലത്. ഇത് കേട്ടപ്പോൾ രവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. പക്ഷെ അദ്ദേഹം നിർത്തിപ്പോവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇത് നിർത്തിയാൽ എൻ്റെ ഈ 5 വർഷത്തെ പ്രയത്നവും വെറുതെ ആവും. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ 6ാമത്തെ വർഷമായി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ദിവസം രവി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ തൈ മുളച്ചു വന്നിട്ടുണ്ട്. സന്തോഷം കൊണ്ട് അദ്ദേഹം കുടുംബത്തിൻ്റെ അടുത്തേക്ക് ഓടി. അത് വളരാൻ തുടങ്ങി എന്ന് അദ്ദേഹം ആഹ്ലാദത്തോടെ പറയാൻ തുടങ്ങി. പിന്നൊരു 6 ആഴ്ചയായപ്പോഴേക്കും ഇതെല്ലാം പെട്ടെന്ന് വളർന്നു വലുതായി 80 അടിയോളമായി. ഒന്നുമില്ലായിരുന്നൊരു സ്ഥലത്ത് ഒരു കാട് പോലെയായി. ഗ്രാമവാസികളൊക്കെ അത്ഭുതപ്പെട്ടു, എങ്ങനെ ഇതിന് ഇത്ര പെട്ടെന്ന് വളരാൻ സാധിക്കുന്നു? അപ്പം രവി പറയാൻ തുടങ്ങി, ബാംബു വളരെ യുണീക്കാണ്. അതൊരുപാട് വർഷങ്ങളെടുത്ത് ആദ്യം അതിൻ്റെ വേര് വളരും, വളരെ ആഴത്തിൽ. പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നൽകണം. അതിന് സ്ട്രോങ് ആവാനും ടാളാവാനും ഒക്കെയുള്ളത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളതിനെ പരിപാലിക്കുന്നത് നിർത്തിയാൽ അതിന് പിന്നീട് വളരാൻ സാധിക്കില്ല. വിജയവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് റിസൾട്ടൊന്നും കാണാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ അതിനർത്ഥം നമ്മുടെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവുന്നു എന്നല്ല. വളർച്ച സംഭവിക്കുന്നുണ്ട്, നമുക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും. അങ്ങനെ രവിയുടെ കഥ നാട്ടിലൊക്കെ പാട്ടായി. എല്ലാവരും ഇൻസ്പയർഡായി. പേഷ്യൻസ് ആൻഡ് ഡെഡിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. ജീവിതം നമുക്കെല്ലാം പെട്ടെന്ന് നൽകണം എന്നില്ല. ബാംബു പോലെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനും ചിലപ്പോൾ ടൈം എടുക്കും. കണ്ടിന്യൂസ് എഫേർട്ട് വേണ്ടിവരും. Patience and persistence is the key to success. Keep going.